മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും വണ്ടികൾ കൊണ്ടുവന്നു. അത് അവർ ഒരു വണ്ടികൾ അവിടെ നിന്ന് കൊണ്ടുവന്നല്ല, അല്ല പലയിടത്തും ആളെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങ് പിണങ്ങിപ്പോയി. അതൊക്കെ ഇച്ചിരി ഒരു ജാട. അല്ലല്ല, അതൊക്കെ കാരണം ഈ ഇന്നത്തെ കാലത്ത് വണ്ടി വാങ്ങാനൊക്കെ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഒരുപാട് പണിപ്പെട്ടിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ അനുവദിച്ച് മന്ത്രിസഭാ യോഗത്തിൽ വരെ കൊണ്ടുപോയിട്ട് 64 വണ്ടി ഒരുമിച്ച് വാങ്ങിച്ചു. ഈ വണ്ടികൾ നമ്മൾ ഈ വണ്ടി എല്ലാ MLA-മാർക്കും പരാതി, വണ്ടിയില്ല, നാട്ടുകാർക്ക് RTOയ്ക്ക് വണ്ടിയില്ല, വളരെ മോശമായ. ഒരുപാട് നാളിന് ശേഷം ഇത്ര ഒരുമിച്ച് വണ്ടികൾ വരികയാണ്. ഈ വണ്ടി അതിൻ്റെതായ രീതിയിൽ ലോഞ്ച് ചെയ്യണം. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെതായ ഒരു പബ്ലിസിറ്റി വേണം. ഷാജൻ വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളാകാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുറയിൽ ഉയർത്താൻ. ഇപ്പോൾ KSRTCയിലെ പല കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് മുറയിൽ, ജീവനക്കാരൻ്റെ മുറയിൽ ഉയർന്നത്. ജീവനക്കാരൻ്റെ ഉയർന്ന മുറയിലാണ് ഈ പറയുന്ന അവരെ 1-ാം തീയതി ശമ്പളം കൊടുത്തു. ഇന്നലെ കൃത്യമായി കൊടുക്കില്ലേ 1-ാം തീയതി. ഇന്നലെ 1 കോടി നിങ്ങൾക്ക് കാശ് എത്ര ഉണ്ടോ? ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് സർക്കാർ 50 കോടി തരുന്നുണ്ട്, ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പിന്നെ സർക്കാർ തരുന്ന പൈസ അടച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമുക്കൊരു 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ നേരം ഒരു ദാരിദ്ര്യം വരത്തില്ല. മനസ്സിലായി? അപ്പോൾ അതാണ് ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഗുണം. പലിശ കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മറ്റ് ചിലവുകൾ കുറയ്ക്കണം KSRTCയിലെ. മറ്റേത് ഈ വണ്ടി കൊണ്ടുവന്നപ്പം ഇത് ഒരുപാട് നാളിന് ശേഷമാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെ ഒരു പബ്ലിസിറ്റിയോടെ ഇറക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ വണ്ടിയും നിരത്തിയിടുക, അതനുസരിച്ച് ചെയ്യണമെന്ന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ വണ്ടിയും ഇട്ടിട്ട് AC ഇട്ടിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അധികരിക്കുകയാണ്. അതായത് 60 വണ്ടിയിൽ ഈ 2 ഉദ്യോഗസ്ഥർ വെച്ചിരിക്കുകയാണ്. അങ്ങ് താഴെ കനകുന്നിൻ്റെ താഴെ വരെ ഇങ്ങനെ പാമ്പ് കിടക്കുകയാണ് ഈ സാധനം. കാണാനൊക്കില്ല ആർക്കും. ഈ സദസ്സിൽ എൻ്റെ പേഴ്സൺ സ്റ്റാഫിലെ 4 പേരും, KSRTCയിലെ 4 ഡ്രൈവർമാരും, പിന്നെ പാർട്ടിയുടെ ഒരു 10 പേരും, എല്ലാം കൂടി ഒരു 12 പേര് ഇരിപ്പുണ്ട്. മോശമല്ലേ? സ്ഥലത്തെ MLA ഉണ്ട്, ഞാനുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരു പബ്ലിസിറ്റിക്ക്. അപ്പം MVDക്ക് ഇത്രയധികം വണ്ടികൾ വന്നു. വന്നിട്ടും അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. അവർ വണ്ടിയിലിരിക്കുകയാണ്, AC ഇട്ട് സുഖമായിട്ട് വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരോട് നമ്മൾ ചിരിച്ച് കാണിച്ചിട്ട് കാര്യമുണ്ട്? അത് മോശമല്ലേ? അപ്പോൾ വേണ്ട, ഇന്ന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല മനോഹരമായി പേരൂർക്കട ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇഷ്ടംപോലെ നിരത്തിയിട്ട് മനോഹരമായ ഒരു ചടങ്ങ് നടത്തി നല്ല രീതിയിൽ നടത്താൻ കഴിയും.